ഹലോ ഫ്രണ്ട്സ്, ജെബനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയും ഒക്കെ കട തുടങ്ങിയിട്ടുണ്ടല്ലോ. കടയിലെ കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടന്നു പോവാണ്. അങ്ങനെ അവർ നല്ല രീതിയിൽ സമ്പാദിക്കാനൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് ആ പണത്തെക്കുറിച്ചിട്ട്. അച്ഛന് പെൻഷനായപ്പോൾ കിട്ടിയ ആ തുക, അതിൻ്റെ കണക്കൊക്കെ പറയുമ്പം ശ്രുതി പറയാണ് അത് തിരിച്ചു കൊടുക്കാനൊന്നും പോകണ്ടെന്ന്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നമ്മുടെ രേവതി അറിയാണ് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കടയിലേക്ക് പോകാനായിട്ടാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് എണീപ്പിച്ചാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ കടയിലേക്ക് വിടുന്നത്. കടയിൽ നിന്ന് തിരിച്ചു വരുന്ന ശ്രുതിയും ഭയങ്കര ക്ഷീണിച്ചാണ് വരുന്നത്. ആകെ മൊത്തം തളർന്ന പോലെ വന്നങ്ങ് കിടക്കുകയാണ് സെറ്റിയിലേക്ക്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇത്രയ്ക്ക് ക്ഷീണം ഇവർക്ക് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്ര, അതെ എങ്ങനെയാ ക്ഷീണിക്കാതിരിക്കുന്നത്, നിന്നെപ്പോലൊന്നും അല്ല അവൻ അവിടെ കടയിൽ പോയി നിന്ന് ജോലി ചെയ്ത് കസ്റ്റമേഴ്സിനെ എല്ലാം ഹാൻഡിൽ ചെയ്തിട്ട് വരിക. അങ്ങനെയുള്ളപ്പം കുറച്ച് ക്ഷീണമൊക്കെ ആവും മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞ് അടുത്ത് ചെന്നിരിക്കുക. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുക, എൻ്റെ പൊന്നമ്മേ എനിക്ക് തീരെ വയ്യ, കയ്യും കാലും ഒക്കെ അങ്ങ് വേദന എടുക്കുക. രാവിലെ മുതൽ കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഇങ്ങനെ ഒരവസ്ഥയിലായി, എനിക്കിനി ഒന്ന് ഉറങ്ങിയാൽ മതിയേന്ന് പറയാം. അങ്ങനെ ബെഡിൽ പോയി അതേപടി അങ്ങ് വീഴാണ് നമ്മുടെ ശ്രുതി. ഭക്ഷണം കഴിക്കാൻ കൂട്ടിയിട്ട് ഇറങ്ങി വരുന്നില്ല. ശ്രുതിയാണെങ്കിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം സച്ചിയും രേവതിയാണ് അന്ന് ആ റൂമിൽ കിടക്കേണ്ടത്. അച്ഛമ്മ പറഞ്ഞതനുസരിച്ചിട്ട് സച്ചിയും രേവതിയും അന്ന് കിടക്കേണ്ട ദിവസമാണ്. അപ്പം നമ്മുടെ ശ്രുതി ചെന്നിട്ട് ശ്രുതിയോട് പറയാം, എൻ്റെ ശ്രുതി ഒന്ന് എണീറ്റ് വന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ശ്രുതി പറയാ, ഇല്ല എനിക്കിനി എണീക്കാനും വയ്യ, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങിയാൽ മാത്രം മതി എന്ന് പറയാണ്. അപ്പം പറയുന്നുണ്ട് ശ്രുതി, അതെ ഇന്ന് സച്ചിയാണ് ഇവിടെ കിടക്കേണ്ടത്, അവനിപ്പോൾ വിളിച്ചു കൂവി ഇങ്ങോട്ട് വരും, സച്ചിയും രേവതിയാണ് ഇന്ന് ഈ മുറി കിടക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാ, ഇന്ന് ഞാൻ ഈ റൂമിൽ നിന്ന് മാറില്ല, എനിക്ക് ഇവിടെ നിന്ന് എണീറ്റ് വെളിയിലൊന്നും പോയി കിടക്കാൻ ഇന്ന് പറ്റില്ല, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, നീ പോന്ന് പറഞ്ഞ് അവിടെ കിടന്നങ്ങ് ഉറങ്ങാണ്. അതേസമയം സച്ചി അങ്ങോട്ട് വന്നിട്ട് ബഹളം വയ്ക്കുക, എടാ കള്ള ഇങ്ങോട്ട് ഇറങ്ങടാ, ഞാനും രേവതി ഇന്ന് ആ റൂമിൽ കിടക്കേണ്ടത്, പിന്നെ നീ അവിടെ കിടക്കുന്ന എന്തിനാന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളം വയ്ക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ, ഇന്നൊരു ദിവസമെങ്കിലും സച്ചി അവിടെ കിടക്കട്ടെ, ജോലി എടുത്ത് ക്ഷീണിച്ച് വയ്യാതെ വന്നിട്ടല്ലേ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്രയും പറയാം, അത് ശരിയാ, നിന്നെപ്പോലെയാണോ അവൻ, അതോ ഇവളെപ്പോലെയാണോ മോളും കടയിൽ അതുപോലെ നിന്ന് കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് സംസാരിച്ച് ഡീൽ ഉറപ്പിച്ച് കച്ചവടം നടത്തിയിട്ടൊക്കെ വരിക. അങ്ങനെയുള്ളപ്പോഴേക്കും പിന്നെ അവൻ അവിടെ കിടന്ന് ഉറങ്ങിയെങ്കിൽ എന്താ, നീയും നിന്റെ ഭാര്യയും കൂടെ ഇന്ന് ഹോളിൽ കിടക്ക്, അങ്ങനെയല്ലേ വേണ്ടത്. ഇവക്ക് ഇവിടുത്തെ പണിയും കുറച്ച് പൂ കെട്ടണം, അത്രയല്ലേ ഉള്ളൂ, അത് വലിയ കാര്യമൊന്നുമല്ല, അതുപോലാണോ ഇവര് എന്നൊക്കെ ചോദിക്കുമ്പം സച്ചി ചോദിക്കാണ്, പിന്നെ ഇവനെന്താ കൊമ്പുണ്ടോ, ഇവൻ്റെ കള്ളത്തരവാ, ഇന്ന് റൂമിൽ നിന്ന് മാറാൻ പറ്റിയല്ലാണ്ടാ, ഇവന് മാത്രമുള്ള ക്ഷീണം, ഞങ്ങൾക്കൊക്കെ ക്ഷീണമുണ്ട്, ഞങ്ങളെല്ലാവരും ഓരോ ജോലി ചെയ്തിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുക സച്ചി. അതേസമയം അവിടെ തന്നെ കിടക്കുക. ഉടനെ നമ്മുടെ രവി പറയുന്നുണ്ട്, ഇന്നത്തേക്ക് വിട്, അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയുക. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ഹോളിലൊക്കെ പോയി കിടക്കുന്നുണ്ട്. ആ പ്രശ്നം അങ്ങനെ സോൾവ് ആയിട്ട് വരിക. അതേസമയം പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ എണീറ്റിട്ടില്ല കേട്ടോ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. ജോലിക്ക് പോകാൻ സമയമായിട്ട് കൂടെ അവർ എണീറ്റിട്ടില്ല. അപ്പോഴേക്കുമാണ് രേവതിക്കാണെങ്കിൽ തീരെ വയ്യാതെ പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. രേവതി ഒന്ന് എണീക്കാനായിട്ട് ലേറ്റ് ആകുമ്പം വഴക്ക് പറയുന്നുണ്ട് ചന്ദ്ര, നീ ഇപ്പോഴാണോ എണീറ്റ് വരുന്നത്, അവർക്ക് കടയിൽ പോകേണ്ടതല്ലേ, അവർ കടയിലെ രണ്ടാമത്തെ ദിവസം ഇന്ന് ഭക്ഷണം കൊണ്ടുപോകണ്ടേ അവർക്ക്. അപ്പോൾ രേവതി പറയാ, അമ്മേ എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാ, സുഖമില്ലാഞ്ഞിട്ടാ, ഭയങ്കര തലവേദനയും പനിയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാനിന്ന് നേരത്തെ എണീക്കാറുള്ളതല്ലേ, ഇന്നത് പറ്റിയില്ല, മറ്റാരെങ്കിലും ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ പറയുമ്പം ചന്ദ്ര വല്ലാതെ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അവരിപ്പോൾ പോകാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് ചന്ദ്ര നോക്കി നിൽക്കുമ്പോഴാണ് ശ്രുതി ഇറങ്ങി വരികയാണ്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ആ മോളെ നീ റെഡിയായോ പോകാൻ, ശ്രുതി എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ പറയുക, ശ്രുതി എണീറ്റിട്ടില്ല, ശ്രുതി കാട്ടിൽ തന്നെ കിടക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുക ചന്ദ്ര, അതെന്താ അവന് എണീറ്റില്ല ഇതുവരെ, ഇനിയിപ്പോൾ എണീക്കാൻ താമസിച്ചാൽ എപ്പോഴാവും ജോലിക്ക് പോകാമെന്ന് പറയുകയാണ് ചന്ദ്ര.
അപ്പോൾ രവി പറയുന്നുണ്ട്, നേരാ, അവന് കട തുറക്കാൻ പോകണ്ടേ, ഇനി എപ്പോൾ എണീറ്റിട്ട് ഇവൻ പോകാനാ എന്നും പറഞ്ഞ് അവരെല്ലാം റൂമിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പം സുധി കിടന്ന് നല്ല ഉറക്കാ. ചന്ദ്ര ചെന്ന് അടുത്തിരുന്ന് വിളിക്കുന്നുണ്ട്, മോനെ സുധി, നീ എണീക്കടാ, നിനക്ക് പോകണ്ടല്ലേ മോനെ കുട്ടാ, നീ എണീക്ക്, നിന്റെ കടയിലെ 2ാമത്തെ ദിവസമല്ലേ, നിന്റെ ബിസിനസ്സൊക്കെ പുരോഗമിപ്പിക്കണ്ടേ കുട്ടാ, നീ എണീക്കടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുക കേട്ടോ. സുധി പറയുന്നുണ്ട്, അയ്യോ അമ്മ, എനിക്ക് വയ്യ, ഭയങ്കര ക്ഷീണം, ഞാൻ ഇത്ര നേരം കൂടെ കിടന്നോട്ടെ, ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചുരുണ്ട് കൂടിയൊക്കെ കിടക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, ഇങ്ങനെയാണോടി അവനെ വിളിക്കേണ്ടത്, അവൻ LKG പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും നീ അവനെ ഇങ്ങനെ ചെന്ന് മോനെ കുട്ടാ എണീക്കടാന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം ഇത്രയും പ്രായമായിട്ടും ഇപ്പോഴും അങ്ങനെ ചെന്ന് പറഞ്ഞാൽ അവൻ എണീക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പം ചന്ദ്ര പറയാം, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, എൻ്റെ കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടു, ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ടു കടയിൽ നിന്നിട്ട്, അതുകൊണ്ട് ക്ഷീണം കൊണ്ടല്ലേ അവൻ കിടക്കുന്നത്, അവൻ എണീറ്റോളൂ എന്നൊക്കെ പറയുക. അപ്പം ഉടനെ നമ്മുടെ സുധിയാണ് ചന്ദ്രയുടെ മടിയിലേക്ക് തലയൊക്കെ വച്ച് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരിക. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഈ റൂമിൻ്റെ മുമ്പിൽ എന്താ ഒരാൾക്കൂട്ടം, എല്ലാവരും എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാണ്, അത് സുധി എണീറ്റിട്ടില്ല, ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് എണീറ്റിട്ടില്ല എന്ന് പറയാം. അപ്പോൾ സച്ചി ചോദിക്കുക, അവൻ എണീറ്റാലെന്താ, എണീറ്റില്ലാലെന്താ, വേലയും മടിയില്ലാത്ത അവൻ അവിടെ കിടന്നുറങ്ങിയാലും ആർക്കെന്ത് നഷ്ടം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയാണ്, അത് സച്ചിയേട്ടാ, കടയിൽ പോകാൻ തുടങ്ങിയില്ലേ, ഫർണിച്ചർ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്തതല്ലേ സുധി എന്ന് പറയുമ്പം പറയും, ഓ അവൻ കടയൊക്കെ തുടങ്ങിയല്ലോ അല്ലേ, ഓ ഞാനത് മറന്നുപോയി, എന്നിട്ടും അവൻ ഇങ്ങനെ കിടന്നുറങ്ങുവാണോ, ഇവൻ എണീക്കണ്ടേ, കട തുറക്കാൻ പോകണ്ടേ, നിങ്ങളൊക്കെ വിളിച്ചിട്ട് അവൻ എണീക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, നിൻ്റെ അമ്മ കുഞ്ഞുവാവെ വിളിക്കുന്ന പോലെ കിടന്ന് വിളിക്കുന്നുണ്ട്, അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്, ഇന്നൊന്നും എണീക്കൊന്നും തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാ, ഞാൻ അവനെ എണീപ്പിച്ച് കാണിക്കാമല്ലോ, നിങ്ങളെല്ലാവരും നിൽക്കെന്ന് പറഞ്ഞ് പോയിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഇരിക്കുന്ന എടുത്തുകൊണ്ട് വന്ന് സുധിയുടെ തലയിലോട്ട് ആ വെള്ളം അങ്ങ് ഒഴിക്കുകയാണ്. അപ്പോൾ സുധി ചാടി എഴുന്നേക്കുക, അയ്യോ ഇതെന്തിനാടാ എൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചത്, ഞാനൊരു 10 മിനിറ്റ് കൂടെ കിടന്നൊന്ന് ഉറങ്ങിയല്ലായിരുന്നു, ക്ഷീണം കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ചാടി എണീക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ദേ ഇപ്പം കണ്ടില്ലേ അവൻ എണീറ്റത്, ഇങ്ങനെ ഉറങ്ങുന്നവരെ എണീപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ, അല്ലാതെ മോനെ കുട്ടാ ചക്കരയെന്നൊന്നും പറഞ്ഞ് വിളിച്ചാൽ ഇവരൊന്നും എണീക്കില്ല, ഇപ്പം അവൻ എണീറ്റല്ലോ, ഇനി ഇപ്പോൾ കാര്യം നടക്കട്ടെ, ഒരുങ്ങി പോടാ കട തുറക്കാൻ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ സുധിയും ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും എല്ലാവരും ഓഫീസിൽ പോവാണ് കേട്ടോ. നമ്മുടെ രേവതിക്കാണെങ്കിൽ നല്ല രീതിയിൽ പനിയുണ്ട്. അങ്ങനെ പനിയൊക്കെ ആയിട്ടൊക്കെ രേവതി ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം കടയിലാണെങ്കിൽ നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കടയിൽ കച്ചവടം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു പ്രശ്നം കൂടി ഉണ്ടാകുന്നത്. കടയിൽ നിന്ന് AC വാങ്ങിയിട്ട് മഹിമ ആ AC രവിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അയച്ചു കൊടുക്കുന്നത്. വർഷയ്ക്ക് സമ്മാനമായിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ രവി അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹിമ കുത്തിത്തിരിപ്പുണ്ടാക്കാനും പൊങ്ങച്ചം കാണിക്കാനുമായിട്ട് അത് അയച്ചു കൊടുത്തിരിക്കുക. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ തന്നെ സച്ചി കാണുമ്പം സച്ചി അവരോട് പറയുന്നുണ്ട് കേട്ടോ, ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോ, ഈ കൊറിയർ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ സാറേ അങ്ങനെ പറയരുത്, ഈ പാഴ്സൽ ഇവിടെ ഏൽപ്പിക്കേണ്ടതാണ്, ഞങ്ങൾക്കിത് ഡെലിവറി ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല, ഇത് ഞങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ല എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, ഇത് അയച്ചവരെ നിങ്ങൾ തന്നെ വിളിച്ച് സംസാരിച്ച് പറ, എങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ട് കൊടുക്കാമെന്ന് പറയാണ്. അപ്പോൾ സച്ചി തന്നെ മഹിമയൊക്കെ വിളിച്ചിട്ട് ഈ കാര്യം പറയാണ് കേട്ടോ, ഈ AC ഇവിടെ വേണ്ടാന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ വർഷയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തതല്ലേ, പിന്നെ ഞങ്ങളുടെ മോക്ക് ഞങ്ങളല്ലാതെ എങ്ങനെയാണ് കൊടുക്കാമെന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് നിങ്ങളുടെ മോക്ക് വേണമെങ്കിൽ വല്ല തുണിയോ സ്വർണ്ണമോ അങ്ങനെ എന്തെങ്കിലും പേഴ്സണലായിട്ട് വാങ്ങിച്ചു കൊടുത്തോ, വീട്ടിലേക്ക് ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കുമ്പം വീട്ടിലുള്ളവരോട് ചോദിക്കണ്ടേ, അവർ മാത്രമല്ലല്ലോ ആ വീട്ടിൽ താമസിക്കുന്നത്, ഞങ്ങളെല്ലാവരും ഇല്ലേ, ഞങ്ങളുടെ അച്ഛനല്ലേ പറഞ്ഞത് ഈ സാധനം അവിടെ വേണ്ടാന്ന്, പിന്നെയും നിങ്ങളത് അയക്കുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കുറച്ചിലല്ലേ, ഞങ്ങളുടെ അച്ഛനും അതൊരു കുറച്ചിലല്ലേ, അതുകൊണ്ട് ഈ സാധനം ഞങ്ങൾക്ക് വേണ്ട, ഞാനത് തിരിച്ചയച്ചേക്കാം, അങ്ങോട്ട് വന്നോളൂ സാധനം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴും നമ്മുടെ മഹിമ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എല്ലാം അവിടെ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ടാണ് ഞാൻ AC അയച്ചത്, ആ ചൂടിൽ എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ ചൂടിലൊക്കെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, ഇതിലും ചൂടിലും ഞങ്ങൾ ജീവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പറയാം, ഞങ്ങളുടെ മോളും ആ ചൂടൊക്കെയല്ലേ കൊള്ളുന്നതെന്ന് ചോദിക്കുക മഹിമ. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ചൂട് കൊള്ളാവുന്നുണ്ടായിട്ടല്ലേ അവൾ ശ്രീകാന്തിനെ വിവാഹം കഴിച്ചത്, അല്ലാതെ ആരും നിർബന്ധിച്ച് അവളെ കൊണ്ടുവന്നതല്ലല്ലോ, ശ്രീകാന്തിൻ്റെ വീട്ടിൽ ഇത്രയൊക്കെ സൗകര്യമുണ്ടെന്ന് അവൾ അറിഞ്ഞതല്ലേ, പിന്നെ അവരുടെ മുറിയിലൊക്കെ AC ഉണ്ട്, ഹോളിലില്ലെന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈ സാധനം ഞാൻ തിരിച്ചയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി ഫോൺ കട്ട് ചെയ്യാണ്. അത് മഹിമയ്ക്കൊരു തിരിച്ചടിയാകാണ് കേട്ടോ. മഹിമയാണെങ്കിൽ ഭർത്താവിനോട് നിന്നിട്ട് പറയുന്നുണ്ട്, അതെ ആ സച്ചിയെ വിളിച്ചത്, അവൻ ആ AC തിരിച്ചിങ്ങോട്ട് അയച്ചിരിക്കുക,
എന്തൊരു നാണക്കേടായിപ്പോയി. ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി വാങ്ങിയ AC അതും സുധിയുടെ കടയിൽ നിന്ന്. അവിടെ ഒരു പൊങ്ങച്ചൻ ഞാൻ കാണിച്ചതാ. ഇനിയിപ്പം ഇതുകൂടി കാണിച്ച് അവിടെയാണെങ്കിൽ വർഷയ്ക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഓർത്തൊക്കെയാ ഞാനിതങ്ങോട്ട് അയച്ചു കൊടുത്തത്. അതിനും ആ സച്ചി സമ്മതിക്കല്ല. അവൻ എന്തെന്തൊക്കെ എന്നെ പറഞ്ഞു. അവൻ്റെ വായി ഇരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു, നാണം കേട്ടു. അതാണ് തിരിച്ചിങ്ങോട്ട് അയക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മധുസൂദനൻ പറയാട്ടോ അവരുടെ ഭർത്താവ്, അതെ അത് കുഴപ്പമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ അതിങ്ങോട്ട് അയച്ചെങ്കിൽ അത്രയും നല്ലതാടി. അത് വെച്ച് നമുക്കൊരു കളി കളിക്കാമെന്ന് പറയാം. അപ്പം ഉടനെ ചോദിക്കുന്നുണ്ട് മഹിമ, അത് വെച്ച് എന്ത് കളി കളിക്കാനാ ചേട്ടാ? അത് വെച്ച് എങ്ങനെ കളിക്കാനെന്നാ നിങ്ങൾ പറയുന്നേ? അതെ, ആ സാധനം ഇങ്ങോട്ട് സച്ചിയാണ് തിരിച്ചയച്ചതെങ്കിൽ, അവനാണ് വിളിച്ച് പറഞ്ഞതെങ്കിൽ ആ സാധനം വീടിൻ്റെ അകത്ത് ചെന്നിട്ടുമില്ല, അതങ്ങോട്ട് അയച്ച വിവരം മറ്റാരും അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വേറെ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മോള് നമ്മളെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞേനെ. അവൾ വിളിച്ചിട്ടില്ലല്ലോ. അപ്പം സച്ചി തന്നെ സ്വന്തമായിട്ട് അത് തിരിച്ചയച്ചതാ. അങ്ങനെയുള്ളപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് പറയാം. പാഴ്സൽ ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ, നീ ആ പാഴ്സൽ കൊണ്ട് റിട്ടേൺ ചെയ്യണം ആ കടയിൽ തന്നെ എന്ന് പറയുമ്പം മഹിമ ചോദിക്കുക, അതെങ്ങനെ ചെയ്യാനാ? ആ സുധിയുടെ കടയിൽ നിന്നല്ലേ വാങ്ങിയത്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അതാ ഞാൻ പറഞ്ഞത്, അവരുടെ വീട്ടിലേക്ക് അയച്ചിട്ട് അത് വേണ്ടാത്ത കൊണ്ട് തിരിച്ചു വന്നു, അതിവിടെ ഉപയോഗമില്ലാതിരിക്കുന്നത് കൊണ്ട് സുധിയുടെ കടയിലേക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ചേട്ടനും അനിയനും തമ്മിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാവുമ്പം അത് വളരെ നല്ല കാര്യമല്ലേ? അങ്ങനെ സുധി വീട്ടിൽ ചെന്ന് സച്ചിയായിട്ട് ഉടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും സച്ചിയെ തള്ളി പറയുകയും ചെയ്യും. നമ്മുടെ അഭിമാനത്തിനൊരു കോട്ടം ഉണ്ടായെന്ന് അവിടെ പറഞ്ഞ് ഫലിപ്പിക്കുകയും ചെയ്യാം എന്ന് പറയാം. അപ്പം മഹിമ പറയാം, ആഹാ കൊള്ളാലോ, നല്ല ബുദ്ധിയാണല്ലോ. ആ പാഴ്സൽ ഇങ്ങനെ തിരിച്ചെത്തട്ടെ, എത്തുമ്പം തന്നെ ഞാൻ കടയിൽ കൊണ്ട് അത് തിരിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ കടയിൽ തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ്, റിട്ടേൺ ചെയ്യാണ് കേട്ടോ. ശ്രുതിയും കൂടെ ചോദിക്കുന്നുണ്ട്, അതെന്താ ആൻറ്റി ഇതിങ്ങനെ തിരിച്ചു കൊണ്ട് തന്നത്, അത് ഉപയോഗിക്കാൻ വാങ്ങിയതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയാം മഹിമ, അത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വർഷയ്ക്ക് സമ്മാനമായിട്ട് അയക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ അവിടെ അത് കൊണ്ടുവന്നപ്പം സച്ചി അത് തിരിച്ചയച്ചു. അങ്ങനെ ഒരു സാധനത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ ഇത് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? വീട്ടിലാണെങ്കിൽ സെൻട്രലൈസ്ഡ് AC ഉണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ കൂടെ ആവശ്യമില്ല, വെറുതെ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ പണം തരാൻ ഉടനെ ഇല്ലെങ്കിലും അത് വേണ്ട സുധി, കുറച്ച് നാൾ കഴിഞ്ഞൊക്കെ പണം തന്നാൽ മതി, ഈ സാധനം ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറയാം. അപ്പോൾ സുധി പറയുന്നുണ്ട്, അയ്യോ ആൻറ്റി ഇത് ഞങ്ങളുടെ കടയിലെ ആദ്യത്തെ കച്ചവടമായിരുന്നല്ലോ, എന്നിട്ട് അത് തിരിച്ചു വരിക എന്ന് പറയുമ്പം ഞങ്ങൾക്കൊരു മനപ്രയാസമല്ലേ എന്ന് പറയാം. അപ്പം മഹിമ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ സുധി, അങ്ങനല്ലാതെ വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. സച്ചിയുടെ മുമ്പിൽ ഞങ്ങളങ്ങ് നാണം കെട്ടുപോയി. സച്ചിയാണെങ്കിൽ ഞങ്ങളെ പറയാനായിട്ട് ഇനി ഒന്നും ഇല്ലതാനും, അതുകൊണ്ടാണ് ഇതിങ്ങോട്ട് തിരിച്ചയച്ചത് എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഉടനെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി, അത് ആൻറ്റി പണം ഞങ്ങൾ തിരിച്ചു തരാമെന്ന് പറയാം. അപ്പം മഹിമ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം പണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, ശ്രുതി ഇതെങ്ങനെയാണ് നീ ഈ പണം കൊടുത്തതെന്ന് ചോദിക്കുമ്പം കഴുത്തിലെ താലിമാല വിറ്റിട്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതി ആ പണം തിരിച്ചു കൊടുത്തത്. കഴുത്തിലാണെങ്കിൽ ഒരു മഞ്ഞ ചരടിയിൽ താലി കെട്ടി മാത്രം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നു ശ്രുതി, അങ്ങനൊന്നും നീ ചെയ്യണ്ട. ഇതിൻ്റെ താലിമാല കൊടുത്തിട്ട് അത് നാണക്കേടല്ലേ, വർഷയുടെ മുമ്പിൽ നമ്മൾ കൊച്ചാവില്ലേ? പണം തിരികെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വർഷ നമ്മളോട് ചോദിക്കുകയല്ലേ, അവിടെ നമ്മൾ വെറുതെ കൊച്ചാവും. അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാം. വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഇതൊക്കെ ചന്ദ്രയോടും പറയുന്നുണ്ട്. താലിമാല വിറ്റിട്ടാണെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ്, അയ്യോ നിന്നെ ഈ മഞ്ഞച്ചരടി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്തെല്ലാം പറയും, എൻ്റെ പൊന്നു മോളെ നിൻ്റെ അച്ഛൻ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറയുമ്പം സച്ചി പറയാണ്, രേവതിയും ദേ വെറും മഞ്ഞച്ചരടല്ലേ കെട്ടിയിട്ടുള്ളൂ, അവളും സ്വർണ്ണമാലയൊന്നും ഇട്ടിട്ടില്ല, പിന്നെ എന്താ ഇവർക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാ, പിന്നെ നിന്റെ ഭാര്യയെ പോലെയാണോ അവള്? ഇവള് കോടീശ്വരിയല്ലേ, ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കോടികളല്ലേ കൊടുക്കുന്നത്, അങ്ങനെയുള്ള അവള് താലിമാല ഇല്ലാതെ നടക്കാന്ന് പറഞ്ഞ ആളുകൾ എന്തെല്ലാം ചോദിക്കും. അവളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു, പിന്നീട് ഇല്ലാതാവുമ്പം ആളുകളൊക്കെ ചോദിക്കില്ലേ, നിന്റെ ഭാര്യ അങ്ങനെയാണോടാ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, ദേ ചന്ദ്രേ ആവശ്യമില്ലാതെ അങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കൊന്നും വേണ്ട. രേവതിയും അതുപോലെ തന്നെ ശ്രുതിയും വർഷയും ഒക്കെ ഇവിടെ ഒരുപോലെ തന്നെയാണ്. നീ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നിർത്തുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി എല്ലാവരും കൂടെ എടുത്തിട്ട് പൊരിക്കുകയാണ്. കാരണം വീട്ടിൽ ഈ സാധനം വന്നിട്ട് ആരെ അറിയിക്കാതെ സച്ചി വിളിച്ച് മഹിമയോട് പറയുക എന്ന് പറയുമ്പം അവരൊരു ബന്ധുക്കളല്ലേ, അപ്പോൾ അവരോട് മോശമായ രീതിയിൽ സച്ചി സംസാരിച്ചു എന്നൊക്കെ വരുത്തി തീർക്കുകയാണ് ശ്രുതിയും കൂടെ.
അപ്പം ചന്ദ്രയെ ഒപ്പം ചേർന്ന് സച്ചിയെ ചീത്ത പറയുന്നുണ്ട്. രവിയും പറയാണ്, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല സച്ചി എന്ന് പറയാം. അപ്പം സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ വെച്ചാൽ ഞാൻ ചെയ്തത് ശരിയായില്ലെന്ന് പറയാൻ, ഞാൻ എന്താ തെറ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ പറയാം, നീ ഈ വിവരം എന്നെ അറിയിക്കണമായിരുന്നു, ഞാനല്ലേ ഈ വീട്ടിലെ ഗൃഹനാഥൻ, അവർ നമ്മുടെ ബന്ധുക്കളുമാണ്, അപ്പം നീ അവരെ വിളിച്ച് മോശമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അവർക്ക് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചയക്കായിരുന്നു, അത് ഞാൻ സംസാരിച്ചു തന്നെ. വർഷയും നിങ്ങൾ അറിയിക്കേണ്ടതായിരുന്നു. നീ ഇത് ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് തെറ്റായി പോയി എന്ന് തന്നെ പറയാണ്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി കഴിയുമ്പോൾ എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ സച്ചിക്ക് വിഷമാവുക കേട്ടോ. അപ്പം നമ്മുടെ രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചേ ചെയ്യാവുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ മാത്രം കൂടുതലും നോക്കി ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ എല്ലാം കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് സച്ചിയേട്ടാന്ന് പറയാം. അപ്പം സച്ചി പറയുന്നുണ്ട്, അച്ഛന് നാണക്കേടാവണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനത് തിരിച്ചയച്ചത്. അതൊക്കെ എനിക്ക് മനസ്സിലായിരുന്നുണ്ട്. ഇതിപ്പോൾ അവർ മുതലെടുത്തില്ലേ സച്ചിയേട്ടാ, ഈ ലോകം അങ്ങനെയാണെന്ന് പറയാണ്. ഇപ്പം നിങ്ങൾ ചേട്ടനെ അനിയനെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ. ഇപ്പം സുധി ഇവിടെ വന്ന് സച്ചിയേട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലേ, അത് അവരുടെ മഹിമയുടെ കളികളാണ്. അങ്ങനെ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കല്യാണ പന്തലിൽ നിന്ന് അവരുടെ മോളെയും അതുപോലെ ശ്രീകാന്തിനെയും വിളിച്ചുകൊണ്ട് പോകാൻ അവർ ശ്രമിച്ചിട്ട് നടന്നില്ല. ഇനിയിപ്പോൾ ഈ വീട്ടിൽ വഴക്കാണെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും വർഷയെയും ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം, അതാണ് അവരുടെ ലക്ഷ്യം. അതൊക്കെ മനസ്സിലാക്കി വേണ്ടേ സച്ചിയേട്ടാ മുന്നോട്ട് പോകാൻ എന്ന് രേവതി ചോദിക്കാം. അപ്പോൾ സച്ചി പറയാം, നിൻ്റെ തലയിൽ ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ മുന്നോട്ട് പോവുള്ളൂ എന്ന് പറയാണ്. അതേസമയം എന്നും കടയിലൊക്കെ പോയിട്ട് നല്ല കച്ചവടമൊക്കെ ആകുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്കും. അങ്ങനെ അവരൊരു ലെവലിലായിട്ട് കൈ 10 കാശ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും വീട്ടിൽ അറിയിക്കുന്നുമില്ല, വീട്ടിലാർക്കും കൊടുക്കുന്നുമില്ല, ഒന്നുമില്ല. വളരെ അടിച്ചു പൊളിച്ച് അവർ ജീവിക്കുന്നു, അതുപോലെ തന്നെ സമ്പാദിക്കുന്നു. ഒരു മില്യണർ ആവണം, ഈ വീട്ടിൽ നിന്ന് താമസം മാറി ഏതെങ്കിലും ഒരു വില്ലയിലേക്കോ ഫ്ലാറ്റിലേക്കോ പോകണം എന്നൊക്കെയുള്ള ഒരേ ചിന്തകളാണ്. അങ്ങനെ അവർ വണ്ടിയും വാങ്ങിച്ചു, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ രവിയുടെ പെൻഷൻ ആയപ്പോൾ കിട്ടിയ പണമാണെന്നും അത് രവിക്ക് തിരിച്ചു കൊടുക്കണമെന്നും അതുപോലെ തന്നെ സച്ചിക്കും ശ്രീകാന്തിനും അതിന് അവകാശമുണ്ടെന്നും ഒക്കെ ഇവർക്കറിയാം. ആ പണം എടുത്താണ് ഇവർ ബിസിനസ് തുടങ്ങിയതെന്ന് വേറെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. അതിൽ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ നമ്മുടെ ശ്രുതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എന്നാലും ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം നല്ല കച്ചവടമൊക്കെ ഏതായാലും നമുക്കുണ്ട്, ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരുന്നുണ്ട്. ഇനി അങ്ങനെ പച്ച പിടിച്ച് വന്നിട്ട് വേണം നമുക്ക് ടൗണിലേക്ക് ഒരു വീടെടുത്ത് മാറാൻ. ഇവിടെ ഇങ്ങനെ റൂം മാറി കിടന്ന് മടുത്തു. അതുകൊണ്ട് നല്ലൊരു വീടെടുത്ത് നമുക്ക് മാറണം എന്ന് പറയാം. അപ്പോൾ സുധിയും പറയാം, ശരിയാ, അവിടെയാകുമ്പോൾ നമ്മുടെ വീടാകുമ്പം ആരും റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊന്നും പറയില്ലല്ലോ, സ്വസ്ഥമായിട്ട് ജീവിക്കാം. പിന്നെ നമ്മളൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനിയും പല കാര്യങ്ങളും നേടണം, ഒരു മൾട്ടി മില്യണറായിട്ട് എനിക്ക് മാറണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാണ് സുധി. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, നേരാണ്, പണമൊക്കെ വേണ്ട രീതിയിൽ ചിലവാക്കിയാൽ നമുക്ക് അങ്ങനെയൊക്കെ ആയി തീരാനൊക്കെ പറ്റും എന്ന് പറയാം. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി പറയുക കേട്ടോ, അതെ ഇപ്പം നമ്മുടെ ഈ പണം കുറച്ച് വന്നു, അത് കുറച്ചായിട്ട് അച്ഛന് തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സച്ചിക്കും ശ്രീകാന്തിനും കൂടെ ഉള്ള വീതമല്ലേ നമ്മളെടുത്ത് ചിലവാക്കുന്നത്, അത് ഞാൻ കൊണ്ട് കളഞ്ഞെന്നും പറഞ്ഞ് എന്നെ എപ്പോഴും അച്ഛൻ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പോൾ ആ പണമാണ് ഇതെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി എൻ്റെ തലയെടുക്കും, അതുകൊണ്ട് അവർക്കൊക്കെ പണം തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ശ്രുതി പറയാ, എന്താ ശ്രുതിയെ എനിക്ക് വട്ടുണ്ടോ എന്ന് ചോദിക്കുക. തലയ്ക്ക് സ്ഥിരയില്ലേ ശ്രുതി എന്ന് ചോദിക്കുക. ഇനിയിപ്പോൾ ആ പണം തിരിച്ചു കൊടുക്കാൻ നിൽക്കാനാണോ? ഇതിപ്പോൾ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്ന പണമാണെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ പണം ഇനി ആർക്കും തിരിച്ചു കൊടുക്കുന്നില്ല. കാനഡയിൽ നിന്ന് നീലിമ വന്നതും പണം തിരിച്ചു തന്നതൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ, ആ പണം ആ വഴിക്ക് പോയെന്ന് എല്ലാവരും വിചാരിച്ചോളും. ഇനി ഈ പണത്തിൻ്റെ വീതം ശ്രീകാന്തിനും അതുപോലെ സച്ചിക്കും ഒന്നും നമ്മൾ കൊടുക്കാൻ പോകുന്നില്ല, അച്ഛനെയും അമ്മയും ഒന്നും അറിയിക്കാനും പോകുന്നില്ല. ഇപ്പം നമ്മുടെ ബിസിനസ് ഒന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതെങ്ങനെയെങ്കിലും വളർത്തിപ്പെറുക്കി കൊണ്ടുപോകണം. ഈ പണം നമ്മുടെ കയ്യിൽ വന്ന വിവരം അവരാരും അറിയാൻ പാടില്ല. ഒരു നിമിഷം പോലും ശ്രുതി അക്കാര്യം പറഞ്ഞേക്കരുത്, ഈ വീട്ടിൽ ഒരാൾക്കും പണം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയാം. അപ്പോൾ ശ്രുതിയും പറയാണ്, ശരിയാ, ഞാനും ഉദ്ദേശിക്കുന്നില്ല, നിന്നോട് ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. ഇതൊക്കെ നമ്മുടെ രേവതി അതിലെ വരുമ്പോൾ കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. രേവതി വാതിക്കൽ ഇങ്ങനെ വരുമ്പോഴാണ് ഇവരിത് സംസാരിക്കുന്നത്. അപ്പോൾ രേവതി എല്ലാം കേട്ടിരിക്കുക. അപ്പോൾ രേവതി ആകപ്പാടെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അച്ഛനെയും മറ്റുള്ളവരെയും എല്ലാം ഇവർ പറ്റിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ രേവതിക്ക് സച്ചിയോട് ഇത് തുറന്ന് പറയാനും ഒരു പേടിയാണ്. കാരണം സച്ചി അപ്പോഴേക്കും എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുമല്ലോ എന്ന് ഓർത്തിട്ട് രേവതി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്